ഇന്നൊരു വെള്ളിയാഴ്ച, സമയം രാവിലെ 11 മണി. സ്ഥലം കുവൈത്ത് സിറ്റി, മുർഗാവ് പോസ്റ്റ് ഓഫീസ്, KPTC ബസ് സ്റ്റാൻഡ്, സൂക്ക് വത്തനിയ പരിസരം. നമുക്ക് കുറച്ച് വർഷം ബാക്കോട്ട് പോകാം, അതായത് 2000 കാലഘട്ടം. അന്ന് മൊബൈൽ ഫോണോ ഇൻ്റർനെറ്റോ സജീവമാവാത്തൊരു കാലം. ഈ ഒരു സ്ഥലത്തൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജനസാഗരമായിരിക്കും. നാട്ടിൽ പോകുന്നവരുടെ കയ്യിൽ ലെറ്റർ കൊടുത്തു വിടാനും, അതുപോലെ തന്നെ നാട്ടിൽ നിന്നും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു ഇടം. പഴയ പ്രവാസികൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും, ഇന്ന് ഈ ഒരു സ്ഥലം ആളനക്കമില്ലാതെ ഉറങ്ങിക്കിടക്കുന്നു. പോസ്റ്റ് ഓഫീസിനില്ല, അവിടെയുള്ള ആ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു. ഞാനൊക്കെ കുവൈത്തിൽ വന്ന ആദ്യ കാലത്ത് ഇവിടെയൊക്കെ വരുമായിരുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. ഞാൻ മാത്രമല്ല, പഴയ പ്രവാസികൾ എല്ലാവരും ഇവിടെ വരുമായിരുന്നു. ഇവിടെ വന്നിട്ടായിരുന്നു വെള്ളിയാഴ്ച ഇവിടെ ഇരുന്ന് കുശലങ്ങൾ പറയലും, ആരെങ്കിലും നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് പറയാനുള്ള അന്വേഷണങ്ങൾ പറഞ്ഞു കൊടുക്കലും ഒക്കെ ഈ ഒരു സ്ഥലത്ത് വെച്ചാൽ. ഇതൊന്നും ഞാൻ പറഞ്ഞറിയിക്കണമെന്നില്ല, പഴയ പ്രവാസികൾക്ക് നന്നായി അറിയാം. കുവൈത്തിൽ നിന്ന് നിർത്തിപ്പോയ ആൾക്കാർക്കും അതുപോലെ തന്നെ കുവൈത്തിൽ ഉള്ള ആൾക്കാർക്കും. പുതിയ പ്രവാസികൾക്ക് അറിയാത്തൊരു കുവൈത്തായിരുന്നു അന്ന്. KPTC ബസ് സ്റ്റാൻഡ് ആണെങ്കിലും KPTC ബസ് സ്റ്റാൻഡിന് തൊട്ട് നിൽക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെയൊക്കെ ആയിരുന്നു ചായയൊക്കെ കുടിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് ചെറിയ കടകളുണ്ടായിരുന്നു ആ KPTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുമൊക്കെ. KPTC ബസ് സ്റ്റാൻഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫുട്പാത്ത് കച്ചവടങ്ങളും ഉണ്ടാകും. ചില സമയങ്ങളിൽ വലതിയ വരും, ആ വരുന്ന സമയത്ത് എല്ലാവരും സാധനങ്ങളൊക്കെ ഇട്ട് ഓടും. കുറേ സാധനങ്ങൾ ചിലപ്പോൾ വലതിയാൻ്റെ കൂടെ വലതിയ പണിക്കാരുണ്ടെങ്കിൽ അവരെടുത്ത് കൊണ്ടുപോകും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആൾക്കാർ വന്ന് വീണ്ടും അവിടെ കച്ചവടം വീണ്ടും തുടങ്ങും. അന്നൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് ഒട്ടുമിക്ക എല്ലാവരും പർച്ചേസ് ചെയ്യൽ ഈ സൂക്ക് വത്തനിയ എന്ന് പറഞ്ഞ ഈ ഒരു സൂക്കിൽ നിന്നായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. ആ സമയത്തൊക്കെ നാട്ടിലേക്ക് ഫോൺ ചെയ്യാറ് മാസത്തിൽ ഒരു പ്രാവശ്യം. ശമ്പളം കിട്ടിയാൽ ആ പൈസ അയച്ച് ഒരു പ്രാവശ്യം ഫോൺ ചെയ്യും. ആ ഫോൺ ചെയ്യുന്നത് തന്നെ നമ്മൾ ലോക്കൽ ഫോണിലേക്ക് റീചാർജ് കാർഡ് വാങ്ങിച്ചിട്ടായിരുന്നു ഫോൺ ചെയ്യുന്നത്. അതിന് ശേഷം പിന്നെ ബ്ലാക്കിലുള്ള ഇൻ്റർനെറ്റ് വന്നു. അതിൻ്റെ ശേഷം പിന്നീട് നമ്മൾ മൊബൈലിൽ ഇൻ്റർനെറ്റ് വിളിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് നമ്മുടെ സാധാരണ നോക്കിയ ഫോണിലുള്ള ഒരു ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നു, ആ ഒരു സിസ്റ്റം. അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലഘട്ടം. ഇന്നത്തെ കാലത്ത് എത്ര സുഖമുണ്ട്, വാട്സപ്പ് കോളും വീഡിയോ കോളും ഒക്കെ വിളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. സുക്ക് വത്തനിയാൻ്റെ പരിസരമൊക്കെ കണ്ടോ, ആളനക്കമില്ലാതെ ഉറങ്ങിക്കിടക്കുന്നു. ആ നേരെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടോ, ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ കസാരയൊന്നും കിട്ടത്തില്ല. അവിടെ നമ്മൾ ക്യൂ നിൽക്കണം ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. മുർഗാവിൽ വന്നപ്പോൾ പഴയ കാലം ഒന്ന് അയവർക്കി. നിങ്ങളുടെ പഴയകാല പ്രവാസികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ മെൻഷൻ ചെയ്ത് കൊടുക്കൂ. വീണ്ടും കാണാം.